നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ചെങ്ങന്നൂർ പോവുക, സരസ്സുമേള നടക്കുന്നത്. അപ്പോൾ അതെന്ന് വെച്ചാൽ സരസ്സുമേള എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാമങ്ങളിലുള്ള വനിതാ സംരംഭങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ പരമ്പരാഗതമായ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രചാരമൊക്കെ നൽകാൻ വേണ്ടി നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നേതൃത്വത്തിലായി നടക്കുന്നത്. അപ്പോൾ രാജ്യമൊട്ടാകെയുള്ള സംരംഭകരെ പങ്കെടുപ്പിക്കും. അപ്പോൾ നമ്മുടെ കുടുംബശ്രീയുടെ 11ാമത് ദേശീയ സരസ്സുമേളയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് വെച്ചാൽ 2025 ജനുവരി 18 മുതൽ 31 വരെ ചെങ്ങന്നൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ 28 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. കൂടാതെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള ഏറ്റവും നല്ല സംരംഭകരെ തിരഞ്ഞെടുത്ത് അവരെന്ന് വെച്ചാൽ അവരുടെ അതാത് പ്രദേശങ്ങളുടെ സംസ്കാരവും പ്രദർശിപ്പിക്കുന്ന കലാരൂപങ്ങൾ, ആഭരണങ്ങൾ, ഗൃഹോപകരണങ്ങൾ, തുണിത്തരങ്ങൾ തുടങ്ങി 350ഓളം സ്റ്റാളുകളുണ്ട് ഇതിനായിട്ട് അവിടെ. പിന്നെ ഈ 350 സ്റ്റാൾ കൂടാതെ തന്നെ അവരുടെ 30ഓളം ഫുഡ് സ്റ്റാളുണ്ട് വിവിധ സംസ്ഥാനങ്ങളിലെ. അപ്പോൾ ആ 30 ഫുഡ് സ്റ്റാളുണ്ട്. അപ്പോൾ അവിടെ വെറൈറ്റി ഐറ്റംസൊക്കെയാണ്. അപ്പം നമ്മൾ ചെന്ന് കാണുമ്പോൾ നമ്മൾ കഴിച്ചിട്ട് പോലും ഇല്ലാത്ത ഐറ്റംസൊക്കെയാണ്. അപ്പം നമ്മൾ കുറേയൊക്കെ കണ്ടു, കുറേ വാങ്ങിച്ചൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു, പാഴ്സലൊക്കെ വാങ്ങിച്ചു. പിന്നെ ജ്യൂസുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കുറേ ഐറ്റംസൊക്കെ നമ്മളും വാങ്ങിച്ചു. പിന്നെന്ന് വെച്ചാൽ ഇത് നടത്തുന്നത് നമ്മുടെ മന്ത്രി സജി ചെറിയാൻ സാറിൻ്റെ നേതൃത്വത്തിലാണ്. പിന്നെ നമ്മുടെ ഇത് ഉദ്ഘാടനം ചെയ്തതെന്ന് വെച്ചാൽ മോഹൻലാൽ സാറാണ്. അപ്പം ഇതിന് തീരാറായി. ഇനി 3 ദിവസം കൂടെ ഉള്ളൂ, ഞായറാഴ്ച തീരുവാണ്. അപ്പോൾ അതിന് കൂപ്പണൊക്കെ ഉണ്ട്. അപ്പോൾ 100 രൂപ കൊടുത്തൊരു കൂപ്പണൊക്കെ എടുക്കണം. നറുക്കെടുപ്പുണ്ട്. ജനുവരി 31-നാണ് നറുക്കെടുപ്പ്. ഫസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ കാറാണ്. അപ്പോൾ അതൊന്നും ആരും മിസ്സാക്കി കളയരുത്. അപ്പം പിന്നെ അതിനകത്തിൽ ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. മന്ത്രിമാരുണ്ടായിരുന്നു, ജനപ്രതിനിധികൾ, സിനിമാ താരം ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. പല ഷോകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിത് കാണാൻ തന്നെ ഒരു ദിവസം വേണം, ഇതെല്ലാം കയറി ഇറങ്ങി കണ്ടു കഴിയുമ്പം. അപ്പം നമ്മളിതെല്ലാം കണ്ടേച്ചൊക്കെ ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.